Hello friends, today we are going to discuss on the topic trapezoidal rule. What is trapezoidal rule? Trapezoidal rule is a technique of numerical integration. അപ്പോൾ എന്താണ് ന്യൂമറിക്കൽ ഇൻറ്റഗ്രേഷൻ എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ ഇൻറ്റഗ്രേഷൻ ചെയ്യാതെ തന്നെ ന്യൂമറിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ജനറലി ന്യൂമറിക്കൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് എപ്പോഴാണ് ഈ ന്യൂമറിക്കൽ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്യേണ്ട കേസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻറ്റഗ്രൻറ്റിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള കേസിലോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ട് വരുന്ന കേസിലോ ആണ് നമ്മൾ ജനറലി ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്കൊരു കേർവ് കാണുമല്ലോ, ആ കേർവിൻ്റെ ഡൊമൈൻസിലെ ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് പോയിൻറ്റ്സിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഫൈനൈറ്റ് സെറ്റിൻ്റെ എല്ലാം കൂടി വെയ്റ്റഡ് സം ഉണ്ടല്ലോ, അത് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഇൻറ്റഗ്രൽ അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ന്യൂമറിക്കൽ ഇൻറ്റഗ്രേഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂമറിക്കൽ ഇൻറ്റഗ്രേഷനിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് ട്രപ്പീസോയിഡൽ റൂൾ. അപ്പോൾ ആ ട്രപ്പീസോയിഡൽ റൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് എന്താണ് ട്രപ്പീസോയിഡൽ റൂൾ എന്ന് നോക്കാം. ഇൻ ന്യൂമറിക്കൽ അനാലിസിസ് ദ ട്രപ്പീസോയിഡൽ റൂൾ, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് trapezium rule or trapezoid rule, is a technique for approximating the definite integral a to b f of x dx. അപ്പോൾ ഇൻ്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞൊരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ്, ന്യൂമറിക്കൽ അനാലിസിസിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ട്രപ്പീസോയിഡൽ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർ ദിസ് റൂൾ ദ ഏരിയ അണ്ടർ എ കർവ് ഈസ് ഇവാലുവേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ ഏരിയ ഇൻറ്റു ലിറ്റിൽ ട്രപ്പീസോയിഡ്സ്. അപ്പോൾ നമ്മൾ ഇതൊരു കേർവാണ്, y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കേർവാണ് ഇത്. അപ്പോൾ ഈ കേർവിൻ്റെ അണ്ടറിലുള്ള ഏരിയ നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ ഏരിയ. ഇപ്പോൾ ഇത് ടോട്ടൽ ഏരിയ ആണ്. അപ്പോൾ ഈ ടോട്ടൽ ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു ഇൻറ്റു ലിറ്റിൽ ട്രപ്പീസിയംസ് അല്ലെങ്കിൽ ട്രപ്പീസോയിഡ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കർവിന് അണ്ടറിലുള്ള ഏരിയ എന്ത് ചെയ്യുന്നത്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയോ, ലെറ്റ് എഫ് ഓഫ് എക്സ് ബി കണ്ടിന്യൂസ് ഓൺ ഇൻ്റർവെൽ എ ബി. അപ്പോൾ ഇൻ്റർവെൽ എ മുതൽ ബി വരെ ഈ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്നിരിക്കട്ടെ. വി പാർട്ടീഷൻ ദ ഇൻ്റർവെൽ എ ബി ഇൻറ്റു എൻ ഈക്വൽ സബ് ഇൻ്റർവെൽസ് ഈച്ച് ഓഫ് വിഡ്ത്ത് എച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ എൻ. അപ്പോൾ നമുക്ക് ഈ കേർവിന് അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കേർവിന് അണ്ടറിലുള്ള ഏരിയ നമ്മൾ സ്മോൾ ട്രപ്പീസിയംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇൻ്റർവെൽ എ മുതൽ ബി വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ ഓരോ ട്രപ്പീസിയത്തിൻ്റെയും വിഡ്ത്ത് എന്താണ്? എച്ച് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ എച്ച് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എച്ച് ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ എൻ ആയിരിക്കും. കാരണം എന്താണ്? നമ്മൾ എൻ ട്രപ്പീസിയംസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ഇത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ബി മൈനസ് എ ആയിരിക്കും. അപ്പോൾ ഒരു ട്രപ്പീസിയത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എച്ച് ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ എൻ ആയിരിക്കും. ഓക്കെ, ഈ എ ബി എന്ന് പറയുന്ന ഇൻ്റർവെൽ വളരെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് ബി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബി മൈനസ് എ വിടുത്തുള്ള ഒരൊറ്റ ട്രപ്പീസിയായിട്ട് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. ഒറ്റ ട്രപ്പീസിയായിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് ട്രപ്പീസോയിഡൽ റൂൾ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ കർവിൻ്റെ അണ്ടറിലുള്ള ഏരിയ എന്ത് ചെയ്യാം? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സിംഗിൾ ട്രപ്പീസിയത്തിൻ്റെ അണ്ടറിലെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ജനറൽ ക്വാഡ്രേച്ചർ ഫോർമുല. അപ്പോൾ ദ ജനറൽ ക്വാഡ്രേച്ചർ ഫോർമുല ഈസ് ഗിവൻ ബൈ ഇൻ്റഗ്രൽ x0 ടു xn എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എൻ എച്ച് ഇൻറ്റു y0 പ്ലസ് എൻ ബൈ 2 ഡെൽറ്റ y0 പ്ലസ് എൻ ഇൻറ്റു 2n മൈനസ് 3/12 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ y0 പ്ലസ് n ഇൻറ്റു n മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ബൈ 24 ഇൻറ്റു ഡെൽറ്റ ക്യൂബ് y0. ഓക്കെ, അപ്പോൾ പ്ലസ് എക്സെട്ര അപ് ടു n+1 ടേംസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ജനറൽ ക്വാഡ്രേച്ചർ ഫോർമുലയിൽ n ഈസ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് പുട്ട് n ഈസ് ഈക്വൽ ടു 1. നമ്മൾ n ഈസ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു in the above formula and taking curve y is equal to f of x between the points x0, y0 and x1, y1 as straight line. അപ്പോൾ ഈ കേർവ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു ട്രപ്പീസിങ് കിട്ടും. അതിൻ്റെ ഇടയിൽ ആ കേർവിന് അണ്ടറിൽ എന്ത് കിട്ടും? നമുക്കൊരു ട്രപ്പീസിങ് കിട്ടും. അപ്പോൾ x0, y0, x1, y1ൻ്റെ ഇടയിൽ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഈ കേർവ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ n ഈസ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് n ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും ഇടയിൽ വേറെ ഡിവിഷൻസ് ഒന്നുമില്ല. ഒരൊറ്റ
ട്രപ്പീസിയം മാത്രമുള്ളൂ, അതാണ് n ഈക്വൽ ടു 1. അപ്പം നമുക്ക് ഈ ജനറൽ ക്വാഡ്രേച്ചർ ഫോമിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഫസ്റ്റ് ഡിഗ്രി ഒരു പോളിനോമിയൽ കിട്ടും ഓഫ് ഫസ്റ്റ് ഡിഗ്രി. ബാക്കി ടേമുകളെല്ലാം നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള ഡിഗ്രി വരുന്ന എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് ഇത് ക്യാൻസൽ ചെയ്ത് കളയാം, ഇത് ക്യാൻസൽ ചെയ്ത് കളയാം, അങ്ങനെ ബാക്കി എല്ലാം എന്ത് ചെയ്യാം, സെക്കൻഡ് ഡിഗ്രിയും തേർഡ് ഡിഗ്രിയും എല്ലാം വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി റിമൈനിങ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇൻ്റഗ്രൽ x0 to xn f of x dx is equal to h ഇൻറ്റു ഇവിടെ എന്നിന് വരെ നമ്മൾ എന്ത് ചെയ്തു 1 കൊടുത്തു, അപ്പോൾ h ഇൻറ്റു y0 പ്ലസ് എന്നിന് വരെ 1 കൊടുത്തു, അപ്പോൾ ഹാഫ് ഇൻറ്റു ഡെൽറ്റ y0 എന്ന് വരും, ഹാഫ് ഇൻറ്റു ഡെൽറ്റ y0. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ക്വാഡ്രേച്ചർ ഫോർമുല നമ്മൾ എവിടെ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്തത്, ന്യൂട്ടൺസ് ഫോർവേഡ് മെത്തേഡ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് ആ മെത്തേഡ് വഴി ഡെൽറ്റ y0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y1 മൈനസ് y0 ആണ്. എന്താണ് y1 മൈനസ് y0. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ h ഇൻറ്റു y0 പ്ലസ് ഹാഫ് ഇൻറ്റു ഡെൽറ്റ y0ന് പകരം y1 മൈനസ് y0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ h ഇൻറ്റു y0 പ്ലസ് ഹാഫ് y1 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഹാഫ് y1 മൈനസ് ഹാഫ് y0. അപ്പോൾ h ഇൻറ്റു ഹാഫ് y1 പ്ലസ് y0 മൈനസ് ഹാഫ് y0 എത്രയാണ്, പ്ലസ് ഹാഫ് y0 ആണ്. അപ്പോൾ നമ്മൾ ഹാഫ് എന്ത് ചെയ്യുക, കോമൺ എടുക്കുക. അപ്പോൾ h/2 ഇൻറ്റു y1 പ്ലസ് y0 എന്ന് കിട്ടും. അപ്പോൾ അതായത് നമുക്ക് ഇൻ്റഗ്രൽ x0 to xn f of x dx എന്ത് കിട്ടി, h/2 ഇൻറ്റു y0 പ്ലസ് y1 എന്ന് കിട്ടി. എന്താണ് h/2 ഇൻറ്റു y0 പ്ലസ് y1 എന്ന് കിട്ടി. അപ്പോൾ ഈ h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ്, b മൈനസ് എ ആണ്. അത് h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഇൻ്റർവെല്ലുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അത് b മൈനസ് എ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ b മൈനസ് എ ബൈ 2 ഇൻറ്റു y0 പ്ലസ് y1. അപ്പോൾ ഇൻ്റഗ്രൽ, അപ്പോൾ നമ്മൾ ഈ x0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആദ്യത്തെ ഇൻ്റർവെല്ലാണ്. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്. xn എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റത്തെ ഇതുണ്ടല്ലോ, ലൈൻ ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ a to b f of x dx is equal to b minus a by 2 ഇൻറ്റു f of a പ്ലസ് f of b. ദാറ്റ് ഈസ് y0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, f of a ആണ്. y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, f of b ആണ്. അപ്പം നമ്മൾ x0ക്ക് പകരം a, xnന് പകരം b, അതേപോലെ y0ന് പകരം f of a, y1ന് പകരം f of b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇൻ്റഗ്രൽ a to b f of x dx is equal to b minus a by 2 ഇൻറ്റു f of a പ്ലസ് f of b എന്ന് കിട്ടും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാവും, geometrically the right hand side of trapezium rule is the area of trapezoid with width b minus a and ordinates f of a and f of b, which is an approximation to the area under the curve y is equal to f of x above the x-axis and the ordinates x is equal to a and x is equal to b. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ, അതായത് ഇൻ്റഗ്രൽ a to b f of x dx is equal to b minus a by 2 ഇൻറ്റു f of a plus f of b. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് ആക്ച്വലി ദ ഏരിയ ഓഫ് ട്രപ്പീസിയം ആണ് വിത്ത് വിഡ്ത്ത് b മൈനസ് എ. ദാറ്റ് ഈസ് നമുക്കറിയാം ഏരിയ ഓഫ് ട്രപ്പീസിയം എന്താണ്, ഹാഫ് ഇൻറ്റു സം ഓഫ് ടു പാരലൽ സൈഡ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പാരലൽ സൈഡ്സ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ സൈഡ്സ് b മൈനസ് എ ആണ്. സം ഓഫ് ടു പാരലൽ സൈഡ്സ് f of a പ്ലസ് f of b ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്, ഏരിയ ഓഫ് ട്രപ്പീസിയം തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ b മൈനസ് എ എന്ന് പറയുന്നതാണ് ആ ട്രപ്പീസിയത്തിൻ്റെ വിഡ്ത്ത്. അതേപോലെ ഓർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f of a ആൻഡ് f of b ആണ്. അപ്പോൾ ഇത് എന്താണ്, നമുക്ക് ആ ഇക്വേഷൻ തരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കർവ് y is equal to f of xൻ്റെ അണ്ടറിലുള്ള ഏരിയയാണ് നമുക്ക് തരുന്നത്. അപ്പം ഏരിയ എബോവ് ദ എക്സ് ആക്സിസ് ആൻഡ് ദ ഓർഡിനേറ്റ്സ് x is equal to ആൻഡ് x is equal to b എന്ന് പറയുന്ന അത്രയും ഏരിയ, എക്സ് ആക്സിസിന് മുകളിലെയും x is equal to x is equal to b എന്ന് പറയുന്ന ആ റീജിയനിലുള്ള ഏരിയയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എറർ ടേം ഇൻ ട്രപ്പീസിയം റൂളാണ്. എറർ ടേം ഇൻ ട്രപ്പീസിയം റൂൾ. വി ഷോ ദാറ്റ് ട്രപ്പീസിയം റൂൾ ഇൻ്റഗ്രേറ്റ്സ് എക്സാക്ട്ലി പോളിനോമിയൽ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പം ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ടുള്ള പോളിനോമിയലിനെയാണ് ആര് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? ഈ ട്രപ്പീസിയം റൂൾ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് യൂസിങ് ഡെഫിനിഷൻ ഓഫ് എറർ. നമ്മൾ ഡെഫിനിഷൻ ഓഫ് എറർ പഠിച്ചതാണ്. വേണമെങ്കിൽ ഒന്ന് നോക്കാൻ വേണ്ടി 3.27 ആണ് ആ ഇക്വേഷൻ. ആ എറർ ഇക്വേഷൻ വെച്ചിട്ട് വി ഷോ ദാറ്റ് R1 fx is equal to 0, 4, fx is equal to 1 ആൻഡ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അപ്പം എഫ് എക്സ് 1 ഇട്ട് കൊടുക്കുമ്പോഴും എഫ് എക്സ് എക്സ് ഇട്ട് കൊടുക്കുമ്പോഴും ആ എറർ ഇക്വേഷനിൽ എഫ് എക്സ് 1ഉം എഫ് എക്സ് എക്സും ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും എറർ എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ആ എറർ ഇക്വേഷനകത്ത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എറർ എന്തായിട്ട്, അതായത് R1 എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 ആയിരിക്കും. അതേപോലെ എഫ് എക്സിന് പകരം നമ്മൾ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴും നമുക്ക് എപ്പോഴും എന്തായിരിക്കും? ഈ R1 എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് കിട്ടും? 0 കിട്ടും. മനസ്സിലായല്ലോ? അപ്പം പോളിനോമിയൽ ഡിഗ്രി 1 അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ ഒരു പോളിനോമിയൽ വരുമ്പോൾ എപ്പോഴും എറർ എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി. ഹെൻസ് ട്രപ്പീസിയം റൂൾ ഇൻ്റഗ്രേറ്റ്സ് എക്സാക്ട്ലി പോളിനോമിയൽ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ട്രപ്പീസിയം റൂൾ എപ്പോഴും എന്ത് ചെയ്യും? integrates exactly polynomial of degree less than or equal to 1 and the method is of order 1. അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ 1 വേണ്ടിയുള്ള മെത്തേഡാണ്. ഓക്കെ, ഇനി ഞാൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ്? 1നേക്കാളും കൂടിയൊരു ഓർഡറാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു എറർ വരും. അപ്പം എറർ വരുമ്പോൾ നമ്മൾ എറർ കോൺസ്റ്റൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. സി ഇസ് ഈക്വൽ ടു എറർ കോൺസ്റ്റൻറ്റിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ച് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടും, ഒരു എറർ കിട്ടും. ദാറ്റ് ഈസ് ആ എറർ എന്ന് പറയുന്നത് -1/6 b മൈനസ് എ ദ ഹോൾ ക്യൂബാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് എററിൻ്റെ ടേം R1 എഫ് എക്സ് ഇസ് ഈക്വൽ ടു C/2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് സൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സിയുടെ വാല്യൂ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് -1/6 b മൈനസ് എ ദ ഹോൾ ക്യൂബ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എറർ എന്ത് കിട്ടും? എറർ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമ്മൾ എറർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? h³ എഫ് ഡബിൾ ഡാഷ് സൈ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് എറർ കിട്ടി. കണ്ടോ? അപ്പോൾ ഈ സൈ എന്ന് പറയുന്ന ഈ ടേം എന്ന് പറയുന്നത്, അപ്പോൾ എഫ് ഡബിൾ ഡാഷ് സൈ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ സൈ എന്ന് പറയുന്നത് ഈ എയുടെയും ബിയുടെയും ഇടയിലുള്ള ഒരു ഇൻ്റർവെല്ലാണ്. അപ്പോൾ നമ്മുടെ എയുടെയും ബിയുടെയും ഇടയിലുള്ള ഇൻ്റർവെല്ലാണ് എന്ത്? ഈ സൈ എന്ന് പറയുന്നത്. ദ ബൗണ്ട് ഫോർ ദ എറർ ഈസ് ഗിവൻ ബൈ, ഇപ്പോൾ ഈ എററിൻ്റെ ബൗണ്ട് നമുക്ക് തരുന്ന ഇക്വേഷനാണ് മോഡുലസ് ഓഫ് R1 ഓഫ് എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു b മൈനസ് എ ക്യൂബ് ബൈ 12 ഇൻറ്റു M2. ഓക്കെ, M2 വിച്ച് ഈസ് ഈക്വൽ ടു h³/12. b മൈനസ് എ നമുക്കറിയാം h ആണെന്ന് നമുക്കറിയാം. b മൈനസ് എ എന്താണ്? h ആണെന്ന് നമുക്കറിയാം. അപ്പോൾ h³/12 ഇൻറ്റു M2 വെയർ M2 ഈസ് ദ മാക്സിമം ഓഫ് മോഡുലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. എഫ് ഡബിൾ ഡാഷ് എക്സിൻ്റെ മാക്സിമം വാല്യൂ ആണ് എന്ത്? ഈ M2 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇത്ര നേരം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b മൈനസ് എ എന്ന് പറഞ്ഞാൽ സ്മോൾ ആയിട്ടുള്ള കേസിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? b മൈനസ് എ വിട്ടുള്ള ഒരു ഒറ്റ ട്രപ്പീസോയിഡ് എടുത്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തത്. ഇനിയും if the length of the interval AB is larger than B minus is large, ഒരുപാട് ലാർജ് ആണെങ്കിൽ then B minus A is also large ആയിരിക്കുമല്ലോ. അപ്പോൾ ലെങ്ത് ആ ഇൻ്റർവൽ എ ബി ലാർജ് ആണെങ്കിൽ B minus A ലാർജ് ആയിരിക്കും. ആൻഡ് എറർ എക്സ്പ്രഷൻ ബിക്കംസ് മീനിങ്ലെസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എറർ എക്സ്പ്രഷൻ അപ്പം മീനിങ്ലെസ് ആയിട്ട് മാറും. ഇൻ ദിസ് കേസ് we subdivide interval AB into a number of subintervals of equal length and apply trapezoid rule to evaluate each integral. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഒരുപാട് b മൈനസ് എ ഒരുപാട് ലാർജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എ ബി എന്ന് പറയുന്ന ഇൻ്റർവെലിനെ കുറേ സ്മോൾ ട്രപ്പിസോയിഡ്സ് ആയിട്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ ട്രപ്പിസോയിഡ്സിനെയും എന്ത് ചെയ്യും? ഇൻ്റഗ്രൽ നമ്മൾ എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും. എന്തുപയോഗിച്ച്? ട്രപ്പിസോയിഡ് റൂൾ ഉപയോഗിച്ച്. ഓക്കെ,
ദ റൂൾ ഈസ് ദെൻ കാൾഡ് കോമ്പോസിറ്റ് ട്രപ്പീസിയം റൂൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ ട്രപ്പീസിയമായിട്ട് ഡിവൈഡ് ചെയ്താൽ അങ്ങനെ നമ്മൾ ട്രപ്പീസോയിഡൽ റൂൾ ഉപയോഗിച്ചതിനെ നമ്മൾ കോമ്പോസിറ്റ് ട്രപ്പീസോയിഡൽ റൂൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് എന്താണ് കോമ്പോസിറ്റ് ട്രപ്പീസിയം റൂൾ എന്ന് നോക്കാം. ലെറ്റ് ഇൻ്റർവൽ എ ബി ഈസ് സബ് ഡിവൈഡഡ് ഇൻറ്റു ക്യാപിറ്റൽ എൻ ഈക്വൽ പാർട്സ്. അപ്പോൾ നമ്മൾ ആ സബ് ഇൻ്റർവൽ എ ബിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, എ ബിയെ നമ്മൾ ക്യാപിറ്റൽ എൻ, ഇപ്പോൾ നമ്മുടെ കേർവ് ഇതാണ് നിൽക്കുന്നത്, ക്യാപിറ്റൽ എൻ പാർട്സായിട്ട് ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഓരോ പാർട്ടിൻ്റെയും ഓരോ ഡിവിഷൻ്റെയും വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എച്ച് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എച്ച് എന്താവും, ബി മൈനസ് എ ബൈ ക്യാപിറ്റൽ എൻ എന്നാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് നോഡൽ പോയിൻറ്റ്സ് ഏതൊക്കെ ആയിരിക്കും, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിൻറ്റ് ദാറ്റ് ഈസ് എ ആയിരിക്കും, എ ഈസ് ഈക്വൽ ടു എക്സ് നോട്ട്. ലാസ്റ്റ് പോയിൻറ്റ് എന്തായിരിക്കും, ലാസ്റ്റ് പോയിൻറ്റ് ഏതായിരിക്കും, ബി എ ആയിരിക്കും, ദാറ്റ് ഈസ് എക്സ് നോട്ട് പ്ലസ് എൻ എച്ച് ആയിരിക്കും. അതേപോലെ തന്നെ പിന്നെ എക്സ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, എക്സ് നോട്ട് പ്ലസ് എച്ച്. എക്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് നോട്ട് പ്ലസ് ടു എച്ച്. എക്സ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എക്സ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് നോട്ട് പ്ലസ് എൻ എച്ച് ആയിരിക്കും, അത് ബി ആയിരിക്കും. ഓക്കെ, വെൻ വി ടേക്ക് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു, എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അവിടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ എക്സ് എന്നിന് പകരം നമ്മൾ ആ ഒറ്റ ട്രപ്പീസിയം കേസ് നമ്മൾ എടുത്തപ്പോൾ എക്സ് നോട്ട് വൈ നോട്ട് എക്സ് വൺ വൈ വൺ എന്ന് പറയുന്ന പോയിൻ്റ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് നോട്ട് ടു എക്സ് വൺ ആയിരുന്നു എഴുതേണ്ടത്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഞാൻ എക്സിനെന്ന് എഴുതിപ്പോൾ അവിടെ ഞാൻ തിരുത്തിയിട്ടുണ്ടത്. അപ്പം അവിടെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു എക്സ് നോട്ട് വൈ നോട്ട് എക്സ് വൺ വൈ വൺ എന്ന് പറയുന്ന അത്രയും എക്സ് നോട്ട് വൈ നോട്ടും എക്സ് വൺ വൈൻ്റെ ഇടയിലുള്ള ആ പോയിൻറ്റ്സിൻ്റെ ഇടയിൽ കർവ് സ്ട്രെയിറ്റ് ലൈനായിട്ട് കൺസിഡർ ചെയ്താൽ നമ്മൾ ഇൻ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് വൺ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ബി മൈനസ് എ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എച്ച് ആണ്, ദാറ്റ് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ബി മൈനസ് എ ബൈ എൻ അല്ലേ. അപ്പോൾ ഒറ്റ എക്സ് നോട്ട് വൈ നോട്ട് എക്സ് വൺ വൈ വൺ എന്ന് പറയുമ്പോൾ എൻ ഈസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ ഒരു ട്രപ്പീസിയത്തിൻ്റെ കാര്യം മാത്രമാണ് നമ്മളവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ എച്ച് ബൈ ടു ഇൻറ്റു വൈ നോട്ട് പ്ലസ് വൈ വൺ, അങ്ങനെ നമുക്ക് ഇൻ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് വൺ എഫ് ഓഫ് എക്സ് ഡി എക്സ് കിട്ടി. ദാറ്റ് ഈസ് ഒരു ട്രപ്പീസിയത്തിൻ്റെ എന്ത് കിട്ടി നമുക്ക്, ഇൻ്റഗ്രൽ കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ ട്രപ്പീസ് എടുക്കുക, ദാറ്റ് ഈസ് എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു, അതിൻ്റെ ഇടയിലുള്ള ആ ട്രപ്പീസിയത്തിൻ്റെ എടുക്കുമ്പോൾ നമുക്ക് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കൺസിഡർ നമ്മൾ ചെയ്യുന്നു. അപ്പം നമുക്ക് എന്താണ് കിട്ടുന്നത്, അപ്പം നമ്മൾ പറഞ്ഞു എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു ആ റേഞ്ചിലെ ട്രപ്പീസിയം ആണെങ്കിൽ ദാറ്റ് ഈസ് സെക്കൻഡ് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എക്സ് വൺ ടു എക്സ് ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ബൈ ടു ഇൻറ്റു വൈ വൺ പ്ലസ് വൈ ടു ആയിരിക്കും. അതേപോലെ തേർഡ് ട്രപ്പീസിയം ആണെങ്കിലോ ദാറ്റ് ഈസ് എക്സ് ടു വൈ ടുവിനും എക്സ് ത്രീ വൈ ത്രീയും ലിമിറ്റ് വരുന്ന ആ ട്രപ്പീസിയമാണ് എന്നുണ്ടെങ്കിൽ, ഇൻ്റർവെല്ലിലെ ആ ട്രപ്പീസിയം ആണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് ടു എക്സ് ത്രീ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ബൈ ടു ഇൻറ്റു വൈ ടു പ്ലസ് വൈ ത്രീ എന്ന് കിട്ടും. അതേപോലെ ഈ സിമിലർ വേയിൽ നമുക്ക് ഇൻ്റഗ്രൽ എക്സ് എൻ മൈനസ് വൺ ടു എക്സ് എൻ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എച്ച് ബൈ ടു ഇൻറ്റു വൈ എൻ മൈനസ് വൺ പ്ലസ് വൈ എൻ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഓരോ ട്രപ്പീസിയത്തിൻ്റെയും എന്ത് കിട്ടി, ഏരിയ കിട്ടി. അപ്പോൾ നമുക്കിനി ടോട്ടൽ ഏരിയ കാണണം. അപ്പോൾ നമ്മുടെ ഈ ഓരോ ട്രപ്പീസിയത്തിൻ്റെയും ഏരിയ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോ ട്രപ്പീസിയത്തിൻ്റെയും ഏരിയ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ടോട്ടൽ കേർവിൻ്റെ, അതായത് എക്സ് നോട്ട് മുതൽ എക്സ് എൻ വരെ വരുന്ന ആ കേർവിൻ്റെ ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എൻ ട്രപ്പീസിയത്തിൻ്റെ നമ്മൾ ഇൻ്റഗ്രൽ എന്ത് ചെയ്യാൻ പോവാണ്, ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് എൻ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ബൈ ടു ഇൻറ്റു വൈ നോട്ട് പ്ലസ് വൈ വൺ പ്ലസ് എച്ച് ബൈ ടു ഇൻറ്റു വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് എച്ച് ബൈ ടു ഇൻറ്റു വൈ ടു പ്ലസ് വൈ ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് എച്ച് ബൈ ടു ഇൻറ്റു വൈ എൻ മൈനസ് വൺ പ്ലസ് വൈ എൻ അങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് എച്ച് ബൈ ടു കോമൺ ആയിട്ട് എടുക്കാം. എച്ച് ബൈ ടു ഇൻറ്റു വൈ നോട്ട് പ്ലസ് വൈ വൺ പ്ലസ് വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് വൈ ടു പ്ലസ് വൈ ത്രീ പ്ലസ് എക്സെട്ര അപ് ടു വൈ എൻ മൈനസ് വൺ പ്ലസ് വൈ എൻ. അപ്പോൾ എച്ച് ബൈ ടു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും വൈ വൺ രണ്ട് ടേം ഉണ്ട്, വൈ ടു രണ്ട് ടേം ഉണ്ട്, അങ്ങനെ വൈ ത്രീ രണ്ട് ടേം ഉണ്ട്, വൈ ഫോർ രണ്ട് ടേം, അങ്ങനെ എല്ലാ ടേമും രണ്ട് ടേം വെച്ച് വരും. അപ്പോൾ നമുക്ക് വൈ നോട്ടും വൈ എനും മാത്രം ഒരു ടേം. അപ്പോൾ നമുക്ക് എച്ച് ബൈ ടു ഇൻറ്റു വൈ നോട്ട് പ്ലസ് വൈ എൻ പ്ലസ് ടു കോമൺ ആയിട്ട് എടുക്കാം. ടു ഇൻറ്റു വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് എക്സെട്ര അപ് ടു വൈ എൻ മൈനസ് വൺ. അപ്പോൾ ഇതാണ് ആ കേർവിൻ്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് എൻ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എച്ച് ബൈ ടു ഇൻറ്റു വൈ നോട്ട് പ്ലസ് വൈ എൻ പ്ലസ് ടു ഇൻറ്റു വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് എക്സെട്ര പ്ലസ് വൈ എൻ മൈനസ് വൺ. ഇതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ട്രപ്പിസോയിഡൽ റൂൾ എന്നറിയപ്പെടുന്നത്. നമുക്കിത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, മനസ്സിലാവും. പ്രോബ്ലം എക്സാമിന് ചോദിക്കും. The
കോമ്പോസിറ്റ് ട്രപ്പീസിയം റൂൾ ഈസ് ആൽസോ ഓഫ് ഓർഡർ 1. അപ്പോൾ ഈ കോമ്പോസിറ്റ് ട്രപ്പീസിയം റൂളും ഓർഡർ 1-ലുള്ളതാണ്. അപ്പോൾ അവിടെയും എറർ എക്സ്പ്രഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എറർ എക്സ്പ്രഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R1 f(x) = h³/12 ഇൻറ്റു f" psi1 പ്ലസ് f" psi2 പ്ലസ് എക്സെട്ര പ്ലസ് f" psi n എന്ന് കിട്ടും. വേർ xn - 1 ലെസ് ദാൻ psi n വിച്ച് ഈസ് ലെസ് ദാൻ xn. ഇവിടെ ബൗണ്ട് ഓൺ ദ എറർ ഈസ് ഗിവൻ ബൈ ദ ഇക്വേഷൻ R1 f(x) which is modulus of R1 f(x) which is less than or equal to h³/12 which is h³/12 into modulus of f" psi1 plus f" psi2 plus f" psi n which is less than or equal to nh³/12 into m2 that is h നമുക്കറിയാം b minus a ആണ്. b minus a into h²/12 into m2. Okay, or R1 fx is less than or equal to b minus a the whole cube by 12 n square m2. ഇവിടെ m2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഓഫ് മോഡുലസ് ഓഫ് f" ആയിരിക്കും. nh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? b മൈനസ് എയും ആയിരിക്കും. അപ്പോൾ ഇതാണ് ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ ദ ട്രൂ റെപ്രസെൻറ്റേഷൻ ഓഫ് എറർ ഇൻ ട്രപ്പീസിയം റൂൾ. ഇപ്പോൾ ട്രപ്പീസിയം റൂളിൻ്റെ ട്രൂ എക്സ്പ്രഷൻ ഓഫ് എറർ ആണ് ഇത്. കറക്റ്റ് എക്സ്പ്രഷനാണ്, എററിൻ്റെ കറക്റ്റ് എക്സ്പ്രഷനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയോ, ജിയോമെട്രിക്കലി ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് കമ്പോസിറ്റ് ട്രപ്പീസിയം റൂൾ ഈസ് ദ സം ഓഫ് ദ ഏരിയാസ് ഓഫ് n ട്രപ്പിസോയിഡ്സ് വിത്ത് എച്ച്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും കോമ്പോസിറ്റ് ട്രപ്പീസിയം റൂൾ നമുക്കറിയാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് സം ഓഫ് ദ ഏരിയാസ് ഓഫ് ദ n ട്രപ്പിസോയിഡ്സ് ആണ് വിത്ത് എച്ച് വിത്തുള്ള n ട്രപ്പിസോയിഡ്സിൻ്റെ സമ്മാണ് അവിടെ നമ്മൾ കോമ്പോസിറ്റ് ട്രപ്പീസിയം റൂളിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ കണ്ടത്. ആൻഡ് ഓർഡിനേറ്റ്സ് f(xi - 1) ആൻഡ് f(xi) is equal and fxi, that is I is equal to 1 to etc up to n, that is fxi - 1ഉം fxiയും ഓർഡിനേറ്റ്സ് ആയിട്ടുള്ള അതേപോലെ എച്ച് വിട്ടുള്ള n ട്രപ്പിസോയിഡ്സിൻ്റെ സമ്മാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് ചെയ്യാൻ പറ്റിയത്? കാണാൻ പറ്റിയത്. ദിസ് സം ഈസ് an approximation to be the area under the curve y is equal to f(x) and the above x axis and the coordinates x is equal to a and x is equal to b. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ട്രപ്പിസോയിഡൽ റൂൾ വെച്ചിട്ടുള്ള പ്രോബ്ലങ്ങൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് i is equal to integral 0 to 1 plus x dx using trapezium rule with 2, 4 and 8 equal subintervals. Using exact solution, find the absolute errors. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് f(x)ൻ്റെ വാല്യൂ മനസ്സിലാവും. ദാറ്റ് ഈസ് f(x) is equal to 1/1 plus x ആണെന്ന് മനസ്സിലാവും. അതേപോലെ ഇൻ്റഗ്രൽ 0 to 1, അപ്പോൾ എയുടെ വാല്യൂ എന്ത് കിട്ടും? 0, ബിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി ആദ്യം നമുക്ക് 2 ട്രപ്പീസിയംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ട്രപ്പിസോയിഡൽ റൂൾ അപ്ലൈ ചെയ്യണം. പിന്നെ 4 ട്രപ്പീസിയംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ട്രപ്പിസോയിഡൽ റൂൾ അപ്ലൈ ചെയ്യണം. അതേപോലെ 8 സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ട്രപ്പിസോയിഡൽ റൂൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ n = 2 അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. n = 2 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ 2 ട്രപ്പീസിയമായിട്ടാണ് അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ട്രപ്പീസിയത്തിൻ്റെയും വിഡ്ത്ത് എത്ര കിട്ടും? ദാറ്റ് ഈസ് h = b മൈനസ് a ബൈ n ആണ്. b മൈനസ് a ബൈ n, ബിയുടെയും എയുടെയും എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 1/2 എന്ന് കിട്ടും. അപ്പോൾ 1/2 എന്ന് കിട്ടുമ്പോൾ നമ്മുടെ ഫസ്റ്റ് നോഡ്, അതായത് ഫസ്റ്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? 0, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. ആ നടുക്കുള്ള ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0.5 ആണ്. അപ്പോൾ നമുക്ക് ഒരു 2 ട്രപ്പീസിയം കിട്ടും വിത്ത് നോഡൽ പോയിൻറ്റ്സ് 0, 0.5 ആൻഡ് 1. ഓക്കെ, അടുത്ത n = 4 എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ h നമുക്ക് b മൈനസ് a ബൈ n വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1/4 കിട്ടുന്നു. അപ്പോൾ നമുക്ക് 4 ട്രപ്പീസിയംസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ ട്രപ്പീസിയത്തിൻ്റെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 0 ആണ്. അതിന് നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? 1 + 1/4 ആണ്. എത്രയാണ്? 0 + 1/4 0.25 ആണ്. ഓക്കെ, അടുത്ത 0.25 + 1/4 0.5 ആണ്. 0.5 + 1/4 0.75, അങ്ങനെ 0.75 + 1/4 1 ആണ്. അപ്പോൾ നമുക്ക് അവിടെയും എന്ത് കിട്ടി? നോഡുകൾ കിട്ടി. നെക്സ്റ്റ് നമുക്ക് n = 8 കാണുന്നു. n = 8 ആകുമ്പം ഓരോ 8 ഈക്വൽ ട്രപ്പീസിയംസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക്
എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും 1/8 കിട്ടും. അപ്പോൾ നമുക്കവിടെ നോഡൽ പോയിൻറ്റ്സ് കാണാമല്ലോ. അപ്പോൾ ഓരോ ട്രപ്പീസിയവും എന്താണ് 1/8 ഡിഫറൻസിലാണ് എന്ത് ചെയ്യുന്നത് ഉള്ളത്. ഓരോ ട്രപ്പീസിയത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/8 ആയിരിക്കും ഓരോ ട്രപ്പീസിൻ്റെ വിഡ്ത്ത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ എന്താണ് 0.125 വരെ ആയിരിക്കും ഒരു ട്രപ്പീസിയം. അപ്പോൾ നെക്സ്റ്റ് നോഡൽ പോയിൻറ്റ് 0.25, അങ്ങനെ 0.375, 0.5, 0.675, 0.75, 0.875, 1. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? n = 8 ആകുമ്പോഴുള്ള നോഡൽ പോയിന്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ n = 2 നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അവിടെ നമ്മൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. f(x) എന്ന് പറഞ്ഞൊരു ടേബിൾ. അപ്പോൾ x = 0 ആകുമ്പോൾ f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? f(x) എന്ന് പറഞ്ഞാൽ 1/1 + 0 ആയിരിക്കും, ദാറ്റ് ഈസ് 1 ആയിരിക്കും. ഓക്കെ, അടുത്ത x = 0.5 കൊടുക്കുമ്പോൾ f(x) എന്തായിരിക്കും? 1/1 + 0.5, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.666667 ആയിരിക്കും. അതേപോലെ f(x) = 1 കൊടുക്കുമ്പോൾ എന്തായിരിക്കും? x = 1 കൊടുക്കുമ്പോൾ f(x) = 1/1 + 1, ദാറ്റ് ഈസ് 1/2 = 0.5. അപ്പോൾ നമുക്ക് n = 2 ടേബിൾ കിട്ടി. അടുത്ത n = 4 ടേബിളിൽ ഓരോ നോഡൽ പോയിൻറ്റ്സിൻ്റെയും f(x) കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള നമുക്ക് n = 2 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? 0യുടെയും 0.5ൻ്റെയും 1ൻ്റെയും നോഡൽ പോയിന്റ് കിട്ടി. അപ്പോൾ ബാക്കി അഡീഷണൽ ആയിട്ടുള്ള n = 4ൽ കിട്ടുന്ന നോഡൽ പോയിന്റ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 0.25, x = 0.25 ആകുമ്പോൾ f(x) എത്ര കിട്ടി? 0.8. അതേപോലെ തന്നെ 0.75 ആകുമ്പോൾ f(x) എത്ര കിട്ടി? 0.571429 കിട്ടി. അപ്പോൾ നമുക്ക് n = 4ലെ നോഡൽ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ f(x) വാല്യൂസും കിട്ടി. ഇനി നമുക്ക് n = 8. അപ്പോൾ n = 2ലും 4ലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്ത നോഡൽ പോയിൻറ്റ്സിൻ്റെ f(x) കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് x = 0.125 ആകുമ്പം f(x) കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ 0.375 ആകുമ്പോൾ f(x) കാൽക്കുലേറ്റ് ചെയ്യണം. 0.625 ആകുമ്പോൾ f(x) കാൽക്കുലേറ്റ് ചെയ്യണം. 0.875 ആകുമ്പോൾ f(x) കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സും f(x) നോഡൽ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള f(x) നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേഷൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് n = 2ൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യാം. ദാറ്റ് ഈസ് I1 = h/2 നമ്മൾ കോമ്പോസിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ പറഞ്ഞു. കോമ്പോസിറ്റ് ഇൻ്റഗ്രൽ എന്തായിരുന്നു? ഇൻ്റഗ്രൽ x0 to x1 f(x) dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h/2 y0 + yn പ്ലസ് ബാക്കി നടുക്കുള്ള ടേംസ് എല്ലാം 2 ഉണ്ടായതുകൊണ്ട് 2 y1 + y2 + എക്സെട്ര പ്ലസ് yn - 1 നമ്മൾ എഴുതി. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഈ നോഡൽ പോയിൻറ്റ്സ് ഫസ്റ്റ് നോഡൽ പോയിൻറ്റും ലാസ്റ്റ് നോഡൽ പോയിൻറ്റും ലാസ്റ്റ് നോഡൽ പോയിൻറ്റിൻ്റെയും ഫംഗ്ഷൻ, അതായത് ഫസ്റ്റ് നോഡൽ പോയിൻ്റ് ഏതാണ്? ഇവിടെ n = 2യുടെ കേസിൽ 0 ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f(0) ആയിരിക്കും. ലാസ്റ്റ് നോഡൽ പോയിൻ്റ് എത്രയാണ്? 1 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള f(x) എന്ന് പറഞ്ഞാൽ f(1) ആയിരിക്കും. അത് രണ്ടും ഒരു ടേം വരും. ബാക്കി നടുക്കളുള്ള നോഡൽ പോയിൻ്റ് എല്ലാം എന്താണ്? 2 ടേം വെച്ച് വരും. ഓക്കെ, അപ്പം 2 f(0.5) എന്ന് വരും. അപ്പോൾ നമുക്ക് h നമുക്ക് n = 2 കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് 0.25 ആണ്. ഇൻറ്റു f(0) നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 2 f(0.5) നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പ്ലസ് f(1)ൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 0.708334 എന്ന് കിട്ടും. അതേപോലെ നമ്മൾ n = 4ൻ്റെ കേസിൽ I2 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ്? ഫസ്റ്റ് നോഡൽ പോയിൻറ്റും ലാസ്റ്റ് നോഡൽ പോയിൻറ്റ്, ദാറ്റ് ഈസ് f(0)യും f(1)ഉം മാത്രം ഒരു തവണ. ബാക്കി നടുക്കുള്ള നോഡൽ പോയിൻറ്റ്സ് എല്ലാം 2 തവണ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ബാക്കി 2 നോഡൽ പോയിൻ്റെയും ഫംഗ്ഷൻസ്, അതായത് ബാക്കിയുള്ള ഇപ്പോൾ ഇവിടെ n = 4ൻ്റെ കേസിൽ നോഡൽ പോയിൻറ്റ്സ് 0, 0.25, 0.5, 0.75, 1 ആയിരുന്നു. അപ്പോൾ ഇവിടെ f(0)യും f(1)ഉം മാത്രം എന്ത് ചെയ്യും? ഒരു തവണ വരും. ബാക്കിയെല്ലാം f(0.25) 2 തവണ വരും, f(0.5) 2 തവണ വരും, f(0.75) 2 തവണ വരും. അപ്പോൾ നമുക്ക് 2 f(0.25) എന്ന് എഴുതണം. 2 f(0.25) f(5) പ്ലസ് f(0.75) എന്ന് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ നമുക്ക് h-ൻ്റെ വാല്യൂ അറിയാം. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് I2 കിട്ടും. അതേപോലെ n = 8 നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. n = 8 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെയും f(0)യും f(1) മാത്രം എന്ത് ചെയ്യുന്നു? ഒരു തവണ റിപ്പീറ്റ് ചെയ്യുന്നു. ബാക്കിയെല്ലാം എന്താണ്? 2 തവണ വെച്ച് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെയും നമ്മൾ I3യുടെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇനിയും എക്സാക്റ്റ് ഇൻ്റഗ്രൽ എന്താണ് ഇതിൻ്റെ എക്സാക്റ്റ് ഇൻ്റഗ്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 1 1/1 + x dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ 1/1 + x dx എന്ന് പറഞ്ഞാൽ log 1 + x ആണ്. log 1 + x ആണ്. അതിന് നമ്മൾ ഈ ഇൻ്റഗ്രൻസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് log 2 എന്ന് കിട്ടും. എന്ത് കിട്ടും? log 2. log 2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0.69347 എന്നാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എറർ കണ്ട് എക്സാക്റ്റ് വാല്യൂം കിട്ടി. നമ്മൾ ഈ ട്രപ്പീസോയിഡൽ റൂൾ വെച്ചുള്ള ഓരോ ഇൻ്റഗ്രൽ വാല്യൂയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് എറർ കണ്ടുപിടിക്കാമല്ലോ. എറർ കണ്ടുപിടിക്കാൻ എക്സാക്റ്റ് വാല്യൂ മൈനസ് I1, എക്സാക്റ്റ് വാല്യൂ മൈനസ് I2, എക്സാക്റ്റ് വാല്യൂ മൈനസ് I3 എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എററും കിട്ടി. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഒന്നാമത്തെ ടൈപ്പ് പ്രോബ്ലം ഇതാണ്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് I is equal to integral 1 to 2 1/5 + 3x dx with 4 and 8 subintervals using trapezium rule. Compare with the exact solution and find the absolute errors in the solution. Comment on the magnitude of errors obtained. Find the bound on errors. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്കിവിടെ n = 4ഉം n = 8ഉം നമുക്ക് ചെയ്യണം. അതായത് 4 ട്രപ്പീസിയംസ് ആയിട്ടും നമ്മുടെ കർവിനെ ഡിവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ 8 ട്രപ്പീസിയംസ് ആയിട്ട് നമ്മുടെ കർവിനെ ഡിവൈഡ് ചെയ്യണം. അത് നമുക്ക് 4 ട്രപ്പീസിയംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് n = 4. n = 4 ആകുമ്പം നമുക്ക് 4 ട്രപ്പീസിയംസ് കിട്ടും. അപ്പോൾ ഈ ഓരോ ട്രപ്പീസിയത്തിൻ്റെയും വിഡ്ത്ത് h = b - a/n ആണെന്ന് നമുക്കറിയാം. ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഇവിടെ 1 മുതൽ 2 വരെയാണ്. അപ്പോൾ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. ഓക്കെ, അപ്പോൾ നമുക്ക് 2 - 1/4, അപ്പോൾ നമുക്ക് 1/4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നോട്ട്സ് കണ്ടുപിടിക്കാമല്ലോ. നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ നോട്ട്സ് കണ്ടുപിടിക്കാം. അപ്പോൾ നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓരോ ട്രപ്പീസിയംസ് തമ്മിലുള്ള അല്ലെങ്കിൽ ഓരോ ട്രപ്പീസിയംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ 1/4 ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ ആ ട്രപ്പീസിയത്തിൻ്റെ നെക്സ്റ്റ് പാരലൽ സൈഡിൻ്റെ ആ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1.25 ആയിരിക്കും. അടുത്ത ട്രപ്പീസിയം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ 1.5 ആയിരിക്കും. പിന്നെ 1.75 ആയിരിക്കും. പിന്നെ 2 ആയിരിക്കും ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് n = 4 വരുമ്പോഴുള്ള നോട്ട്സുകൾ കിട്ടി. ഇനി നമുക്ക് n = 8. n = 8 വരുമ്പം 8 ആ കർവിനെ 8 ഈക്വൽ ട്രപ്പീസിയംസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 8 ട്രപ്പീസിയംസ് കിട്ടും. ഓരോ ട്രപ്പീസിയത്തിൻ്റെയും വിഡ്ത്ത് എന്തായിരിക്കും? b - a/n ആയിരിക്കും. ദാറ്റ് ഈസ് 2 - 1/8, ദാറ്റ് ഈസ് 1/8. അപ്പോൾ നമുക്ക് അതിൻ്റെയും ഓരോ നോട്ട്സും എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? n = 4ൽ എക്സും f of x എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. ഓരോ നോട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് f of x എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ x = 1 ആകുമ്പോൾ f of x എന്തായിരിക്കും? അപ്പോൾ നമുക്ക് f of x എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 1/5 + 3x ആണ് നമ്മുടെ f of x. അപ്പോൾ അതിൽ നമുക്ക് എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുമ്പോൾ f of x 1.125 കിട്ടും. എക്സിന് പകരം 1.25 ഇട്ട് കൊടുക്കുമ്പോൾ 0.11429 കിട്ടും. അങ്ങനെ നമ്മൾ ഓരോ നോഡിൻ്റെയും കണ്ടുപിടിക്കുക. 1.5ൻ്റെ 1.75ൻ്റെ 2ൻ്റെയും f of x വാല്യൂസ് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അതുപോലെ n = 8 ചെയ്യുമ്പം മറ്റേ നോട്ട്സിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ നോട്ട്സ് തന്നെ ഇവിടെയും വരുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ വാല്യൂയിലും n = 8 ആകുമ്പോഴുള്ള കേസിലും വരുന്നുണ്ട്. കാരണം അതേ നോഡുകൾ തന്നെ 1 വരുന്നുണ്ട്, അതേപോലെ തന്നെ 1.25 വരുന്നുണ്ട്, 1.5 വരുന്നുണ്ട്, 1.75 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. ബാക്കിയുള്ള അഡീഷണൽ ആയിട്ടുള്ള n = 8 ഉള്ള നോഡുകളുണ്ടല്ലോ, ആ നോഡുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള f of x നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ x = 1.125, 1.375, 1.625, 1.875 ഇത്രയും നോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള f of x കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇൻ്റഗ്രൽ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? എച്ച് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. n = നമുക്ക് തന്നിരിക്കുന്ന എന്നിൻ്റെ n വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എച്ച് കാൽക്കുലേറ്റ് ചെയ്യാമെന്നായിരുന്നു നമ്മുടെ ഫസ്റ്റ് ജോലി. രണ്ടാമത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള f of x, നോട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള f of x കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ടാബുലർ കോളമാക്കി മാറ്റുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ n വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻ്റഗ്രൽ കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ n = 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻ്റഗ്രൽ വാല്യൂ I1 =
നമുക്കറിയാം കമ്പോസിറ്റ് ട്രപ്പിസോയിഡൽ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഇക്വേഷൻ വെച്ചിട്ട് I1 is equal to h/2 ഇൻറ്റു ഫസ്റ്റ് നോഡും ലാസ്റ്റ് നോഡിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള f(x) വാല്യൂസ് ഒരു തവണ മാത്രമേ റിപ്പീറ്റ് ചെയ്യൂ. ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യും, ബാക്കി നടുക്കുള്ള നോട്ട്സിൻ്റെ f(x) വാല്യൂസൊക്കെ എന്ത് ചെയ്യും, 2 തവണ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് നോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, 1 ആയിരുന്നു, ലാസ്റ്റ് നോഡ് 2. അപ്പം നമുക്ക് n=4 കാൽക്കുലേറ്റ് ചെയ്യുമ്പം I1 is equal to h/2 ഇൻറ്റു അപ്പോൾ ഫസ്റ്റ് നോഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് f(1) പ്ലസ് നടുക്കലത്തെ എല്ലാ നോട്ട്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള f(x)ഉം 2 തവണ വെച്ച് വരും. അപ്പോൾ 2 ഇൻറ്റു f(1.25) പ്ലസ് f(1.5) പ്ലസ് f(1.75) പ്ലസ് ലാസ്റ്റത്തെ നോഡ്. ഓക്കെ, ലാസ്റ്റത്തെ നോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള f(2). ഓക്കെ, അത് നമ്മൾ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് ഇൻറ്റഗ്രൽ വാല്യൂ കിട്ടി. ഇനിയും നമുക്ക് n=8 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്റഗ്രൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. അതും ഇതേപോലെ തന്നെ I2 = h/2 ഇൻറ്റു എച്ചിന് പകരം നമുക്ക് അറിയാം എന്താണ്, നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എച്ചിന് പകരം എന്താണ് 1/8 കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് നോഡും ലാസ്റ്റ് നോഡിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള f(x) വാല്യൂസ് ഒരു തവണ, ബാക്കി എല്ലാ നോട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള f(x) വാല്യൂസ് 2 തവണ വെച്ച് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് I2 കിട്ടും. ദാറ്റ് ഈസ് 0.10618. നമുക്ക് എക്സാക്റ്റ് വാല്യൂ ഓഫ് ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ I=(1 to 2 1/5 + 3x dx) എന്ന് പറയുന്ന ആ വാല്യൂവിൻ്റെ എക്സാക്റ്റ് ഇൻറ്റഗ്രേഷൻ ചെയ്യുക. ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1/3 ഇൻറ്റു ln 5 + 3x എന്ന് കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1/3 ln 11 - ln 8 കിട്ടും. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ 0.10615 എന്ന് കിട്ടും. നമുക്ക് സൊല്യൂഷനിലെ എറേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് ഇൻറ്റഗ്രൽ കമ്പ്യൂട്ട് ചെയ്ത ഫസ്റ്റ് എറർ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സാക്റ്റ് മൈനസ് ഫസ്റ്റ് കമ്പ്യൂട്ട് ചെയ്ത ഇൻറ്റഗ്രൽ, ദാറ്റ് ഈസ് എക്സാക്റ്റ് മൈനസ് I1 കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ഇൻറ്റഗ്രലിൽ രണ്ടാമത്തെ ഇൻറ്റഗ്രൽ I2-ൽ എറർ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സാക്റ്റ് മൈനസ് I2. അപ്പോൾ നമുക്ക് എറർ കിട്ടി. അപ്പോൾ I1-ഉം I2-ലും ഉണ്ടായ എറർ നമുക്ക് കിട്ടി. ഇനി നമ്മുടെ അടുത്ത് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ്, കമൻറ്റ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ എറർ ഒബ്റ്റെയിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നോക്കി ഓരോ എററിൻ്റെയും, അതായത് ഫസ്റ്റ് എറർ നമുക്ക് കിട്ടി. ഒന്നാമത്തെ ഇൻറ്റഗ്രലിൽ നമ്മുടെ എറർ 0.00012 ആയിരുന്നു. രണ്ടാമത്തെ എററിൽ 0.00003 ആയിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി മാഗ്നിറ്റ്യൂഡ് ഓഫ് എറർ ഇൻ I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ എറർ ഇൻ I1 ആയിരുന്നു. അപ്പോൾ I1-ൻ്റെ 1/4 ആണ് I1-ലെ എററിലെ 1/4 ആണ് നമുക്ക് I2-ലെ എററായിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് കമൻറ്റ് ഓൺ ദ ഫൈൻഡ് ഔട്ട് ദ ബൗണ്ട് ഓൺ ദ എറേഴ്സ്. ഫൈൻഡ് ദ ബൗണ്ട് ഓൺ ദ എറേഴ്സിലെ ബൗണ്ട് കണ്ടുപിടിക്കാൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബൗണ്ട് ഫോർ എറേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എറർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ്, b - a × h² / 12 × m2. വേറെ m2 എന്ന് പറഞ്ഞാൽ m2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാക്സിമം വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് f'(x) ആണ്. അപ്പോൾ നമുക്കിനി f(x) അറിയാം, നമുക്ക് 1/5 + 3x ആണ്. അപ്പോൾ f'(x) കാണാമല്ലോ, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ നമുക്ക് -3/5 + 3x ² കിട്ടും. എന്നിട്ട് നമ്മൾ ഒരു വട്ടം കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ f'(x) കിട്ടും. ദാറ്റ് ഈസ് 18/5 + 3x ³ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ബൗണ്ട് ഓൺ എറർ കണ്ടുപിടിക്കാം. അപ്പോൾ m2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി എന്താണ്, മാക്സിമം ഓഫ് 1 to 8 മോഡുലസ് ഓഫ് 18/5 + 3x ³ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, m2-ൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 18/512. അപ്പോൾ അതിൻ്റെ വാല്യൂ 0.03516 എന്ന് കിട്ടി. നമുക്ക് h അറിയാം, h = 0.25 ആണ്. 25-ൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.25 ² / 12 ഇൻറ്റു 0.03516. അപ്പോൾ നമുക്ക് 0.00018 കിട്ടി. ഇനി h = 0.125, ദാറ്റ് ഈസ് 1/8 കേസിൽ എറർ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എറർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്,
125 ഹോൾ സ്ക്വയർ ബൈ 12 ഇൻറ്റു ദിസ് M2. അപ്പോൾ നമുക്ക് 0.000046 കിട്ടും. അപ്പോൾ ആക്ച്വൽ എറേഴ്സ് ആർ സ്മോളർ ദാൻ ബൗണ്ട് ഓൺ എറേഴ്സ്. അപ്പോൾ ഈ എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൗണ്ട് ഓൺ എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വലുതാണ്. ആക്ച്വൽ എറേഴ്സ് ആണ് ഇതിനേക്കാളും സ്മോളർ, ഈ ബൗണ്ട് ഓൺ എറേഴ്സിനേക്കാളും സ്മോളർ.